സമാധാന കരാർ പ്രഖ്യാപിച്ചിട്ടും വെടിനിർത്തൽ സാധ്യമാകാതെ ഗസ. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രം ഇസ്രയേൽ ആക്രമണത്തിൽ 97 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. ഈജിപ്തിലെ കെയ്റോ കേന്ദ്രീകരിച്ചുള്ള സമാധാന ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ഒക്ടോബർ 10 വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം 80 തവണ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചു. 97 പേർ മരിക്കുകയും 230 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ വെടിനിർത്തൽ പുനഃസ്ഥാപിക്കുമെന്നാണ് ഇസ്രായേൽ അറിയിക്കുന്നത്. വെടിനിർത്തൽ ഇപ്പോഴും പ്രാബല്യത്തിലാണെന്നും സമാധാന അന്തരീക്ഷം നിലനിർത്താനുള്ള ശ്രമം തുടരുമെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഈജിപ്തിലെ കെയ്റോ കേന്ദ്രീകരിച്ച് ഇരുപക്ഷത്തെയും നേതാക്കൾ ഭാഗമാകുന്ന സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വെടിനിർത്തൽ ആദ്യം ലംഘിച്ചത് ഹമാസ് ആണ് എന്നായിരുന്നു ഇസ്രായേലിന്റെ വാദം. റഫ അതിർത്തിക്ക് സമീപം ഇസ്രായേലി സൈന്യത്തിനു നേരെ ഹമാസ് വെടിയുതിർത്തതാണ് വീണ്ടും ആക്രമണം തുടങ്ങുന്നതിന് കാരണമായതെന്ന് ഇസ്രായേൽ പറയുന്നു. ഇസ്രായേലാണ് വെടിനിർത്തൽ ലംഘിച്ചത് എന്ന ആരോപണവുമായി ഹമാസും രംഗത്തെത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 50-ലധികം പേർ ഗസയിൽ കൊല്ലപ്പെട്ടു. ഇതോടെ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 68,000 കടന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.